അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മുടെ കടയുടെ പുറവശത്തെ പ്ലാവ് കേട്ടോ. ചക്കയൊക്കെ ഒറ്റയടിക്കങ്ങ് വിളഞ്ഞ്, മണ്ടയ്ക്കൊക്കെ ചക്ക നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുക. പക്ഷേ എങ്ങനെ നടത്താനോ, ഒരാൾ ഒന്നീ വലിഞ്ഞു പിടിച്ച് കയറണം, അല്ലെങ്കിൽ അതിന് നീളത്തിലുള്ള തോട്ടി കിട്ടണം. നീളത്തിലുള്ള തോട്ടി എത്ര നീളത്തിലും തോട്ടിയൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ പലരോടും പറഞ്ഞു, ആവശ്യക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ കയറി അടുത്തിക്കൊണ്ട് പോട്ടെ. എന്തായാലും താഴെ നിൽക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് 3-4 എണ്ണം അത് നമുക്ക് വേണ്ടി വരും. കാരണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചക്കയൊക്കെ കുഞ്ഞതാട്ടോ. അത് വിളഞ്ഞു വരണമെങ്കിൽ ഏകദേശം മഴ സമയമൊക്കെ ആവും അപ്പോഴത്തേക്കിന്. ഇതെന്തായാലും ഒറ്റയടിക്ക് കുറേ അങ്ങ് വിളഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ കടയുള്ള സമയമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇത് നമ്മൾ ചക്കയൊന്നും എടുക്കത്തില്ല, അടത്തി വെച്ചെന്നേ ഉള്ളൂ. ഇത് നാളെ എടുക്കത്തുള്ളൂ. അപ്പം 12 മണിക്ക് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ജോലിയൊക്കെ വലിയ പാടാണ്. ഇത് പിന്നെ പിറ്റേന്ന് കേട്ടോ. കോടാലിയും കൊണ്ട് ഒരു വെട്ട് കൊടുക്കുമ്പോഴേ അത് രണ്ടാവും. ഞാൻ ഈ കോടാലി ഇട്ട് എത്ര വെട്ട് വെട്ടണമെന്നറിയാം ഇതുപോലെ രണ്ടാക്കാൻ. അമ്മ ഒരു വെട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും അത് രണ്ടാവും. പിന്നെ ഒരു മുറി എടുത്തുള്ളൂ. ഒരു മുറി അങ്ങ് വെച്ചിരുന്നു. കാരണം നമുക്ക് ഒരുപാട് വേവിച്ച് അങ്ങനെ കഴിക്കാൻ ആൾ വേണ്ടേ. അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ ചക്ക ഇങ്ങനെ വെട്ടുന്ന എളുപ്പം കേട്ടോ. അതാണ്ട് ഇതുപോലെ മുള്ളി ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് കൊത്തി ഇടുന്നത് ഇതാ എളുപ്പമെന്ന് അമ്മ പറയുന്നത്. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കിത് പറ്റത്തില്ല. ഞാനിത് 10 തുണ്ടമാക്കി ചെറുതാക്കി ഓരോ ചുള പറിച്ചിടുന്നത്. ഞാനങ്ങനെ പറിച്ചിടുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഈ ചക്കയെന്ന് പറഞ്ഞാൽ. ചീനയൊക്കെ ആണെങ്കിൽ പിന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ചക്കയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിയാവത്തില്ല. അപ്പം രാവിലെ കടയിൽ പോകുന്നതിന് മുമ്പേ അമ്മ വെട്ടി ശരിയാക്കി വെക്കട്ടെ. പിന്നെ ഞാൻ അരിഞ്ഞ് തന്നു കഴിഞ്ഞാൽ പിന്നെ വേവിക്കാൻ എളുപ്പമെന്നല്ല. കുക്കറെ 2 വിസിലടിച്ചാൽ മതിയല്ലേ, അത് എളുപ്പമല്ലേ. അപ്പോൾ കടയിൽ പോകുന്നതിന് മുമ്പേ അമ്മ ഇത് എല്ലാം ചുളയെല്ലാം പറിച്ച് റെഡിയാക്കി അരിഞ്ഞു വന്നു. കാരണം അമ്മയ്ക്ക് രാവിലെ കഴിക്കാനായിട്ട് ചക്ക മതിയെന്നാണ് പറഞ്ഞത് കേട്ടോ. ചക്കയൊക്കെ വേവിക്കുന്ന ദിവസം രാവിലെ ചക്കയും കഞ്ഞിയും ഒക്കെ ആയിട്ടും കഴിക്കും. പക്ഷേ ഇന്ന് പിള്ളേർ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പക്ഷേ അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് ചക്ക മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് രാവിലെ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് എങ്ങനെയെങ്കിലും വെള്ളച്ചതിലൊക്കെ എടുത്തതന്നെയായിരുന്നു. കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ നല്ല കൂഞ്ഞ് ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല കൂഞ്ഞാണെങ്കിൽ നമുക്കിത് ഇറച്ചി വെക്കുന്നത് പോലെ തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് കറി വയ്ക്കാം. അങ്ങനെ ഇവിടെ കറി വയ്ക്കുന്നുണ്ട്. കൂഞ്ഞൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ചക്കയ്ക്ക് 2 പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് ചതച്ചിട്ട് നമ്മൾ കുക്കറിലാട്ടോ. ഞാൻ കുക്കറിൽ വെക്കുന്നത്. കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി, ചക്ക റെഡിയാണ്. നമ്മൾ ഈ കലത്തിലൊക്കെ ഇട്ട് വയ്ക്കുമ്പം എനിക്ക് ഒന്നാമത് ഈ ചക്കയുടെ വെള്ളത്തിൻ്റെ പാകം എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഉണക്ക സമയമായതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർക്കണം, ഇച്ചിരി വേവുണ്ട്. അപ്പം കുക്കറിനകത്തോട്ട് ഈ അരപ്പും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കരിയാപ്പിലയും പിന്നെ കുരുമുളക് പൊടി ഇടും കേട്ടോ. ഇച്ചിരി നന്നായിട്ട് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് 2 വിസിലടിക്കുമ്പോഴത്തേക്കിനും പിന്നെ ചക്ക റെഡിയായി കേട്ടോ. അങ്ങനെ തുടുപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ചക്ക ഇളക്കും കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ ഇളക്കി പിള്ളേരെ രാവിലെ സ്കൂളിൽ കൊണ്ട് വിട്ടു. ഇപ്പം ചക്കയൊക്കെ ഇളക്കി അമ്മയ്ക്ക് കൊടുത്തു. ഞാനിപ്പോൾ കടയിലോട്ട് പോകും. അപ്പോൾ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊണ്ടുപോകണം. അപ്പം അമ്മ രാവിലെ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ അയില കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്കിത് വേണ്ട. ഉണക്കമീൻ വറുത്തതും 2 പച്ചമുളകും ഉള്ളി കൊച്ചുള്ളി എല്ലാം ചതച്ചതും കടുമാങ്ങയും മതിയെന്ന് പറഞ്ഞ് ചക്ക തിന്നാനായിട്ട്. മീൻ കൂട്ടാൻ വേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതെല്ലാം കൊണ്ട് കൊടുത്തു. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം അവളുമാർ സ്കൂളിൽ പോയിട്ട് വന്നു. അവളുമാരും ചക്കയും മീനൊക്കെ കഴിച്ചിട്ടിരിക്കും. അവളുമാർക്കൊക്കെ ഇഷ്ടമാണ്, ചക്കയൊക്കെ കഴിക്കും, ചക്കയും ചീനയൊക്കെ കഴിക്കും അവരൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ബെല്ല പ്രസവിച്ച കുഞ്ഞാട്ടോ, പെൺകുഞ്ഞ. നമ്മുടെ പപ്പിയും പ്രസവിച്ച് കിടക്കുക. പപ്പിയുടെ കുഞ്ഞിനെ എനിക്ക് തോന്നുന്നു ഞാനിതിനകത്ത് കാണിച്ചിട്ടില്ലെന്ന്. നമ്മുടെ പപ്പി പ്രസവിച്ച് അതും 4 പെൺകുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവിടെ 5 പെൺകുഞ്ഞു പാവകളുണ്ട് കേട്ടോ. 5 പെണ്ണ്, ഒരാണ് പോലും ഇല്ല. സാധാരണ പപ്പി പ്രസവിക്കുന്നത് ഇതുപോലെ 4 കുഞ്ഞുങ്ങളൊക്കെ കാണും. എന്നാലും ആണ് പെണ്ണ് അങ്ങനെയൊക്കെ വരുമായിരുന്നു. ഇതിപ്പോൾ എല്ലാം പെണ്ണ്, 5ഉം പെണ്ണ്. നമ്മളിതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നാൽ എന്നെ നിർബന്ധിച്ച് ബെല്ലടിക്കുക, അല്ലെ വിടിപ്പിച്ച് ഇവർക്ക് പിള്ളേർ ബെല്ലടിക്കാൻ അടിക്കത്തില്ല കേട്ടോ. പിള്ളേരെടുക്കാൻ ബെല്ല സമ്മതിക്കത്തില്ല. ഒന്നും ഞാൻ അല്ല അമ്മ അല്ല അവർ അച്ഛന്, ഞങ്ങളൊക്കെ ബെല്ലടിക്കാൻ പോകത്തുള്ളൂ. പിള്ളേർക്ക് പേടിയാണ്. പിള്ളേർ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരയ്ക്കുകയും ചെയ്യും. അങ്ങനെ എന്നെ നിർബന്ധിച്ച് അവളുമാർ കൊണ്ടുവന്ന് വിട്ട് ഇനി ഈ 5 കുഞ്ഞുങ്ങളെ നിലത്തും താഴെ വയ്ക്കരുത്. ഇതിന് സ്കൂളിൽ പോയിടുന്ന പ്രധാന ഡ്യൂട്ടി ഇതായിരിക്കും. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞതാണ്ട് റീൽസിൻ്റെ പ്രാക്ടീസ് നടക്കും കേട്ടോ. ഒരു റീൽസ് എടുത്ത് താന്ന് ഞാൻ 150 വട്ടം പറയണം. അങ്ങനെ എല്ലാവരുടെ പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു തരും. എപ്പോഴും സമയമില്ല. സമയമുള്ളപ്പോഴൊക്കെ അവരിതുപോലെ ഇത് അപ്പുറത്തെ വീട്ടിലെ കാത്തു കേട്ടോ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പം ഇവരിങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസൊക്കെ ചെയ്ത് എനിക്ക് ഓരോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസൊക്കെ എടുത്തു തരും. അതിനാണ്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന ലച്ചു. ഞാൻ ലച്ചുവിനോട് പറയുമായിരുന്നു, നീ എനിക്കൊരു ക്ലാസിക്കൽ ഡാൻസ് എടുത്തതാണ്, ഞാനിതിനകത്ത് ഇരട്ടെന്ന് പറഞ്ഞത്. അവൾ ക്ലാസിക്കൽ ഡാൻസ് ഒരുപാട് വർഷം പഠിച്ചത്. അപ്പം അതൊന്ന് ചെയ്തതാന്ന് ഞാൻ പറഞ്ഞാലും മടിയാ പെണ്ണിന്. ഞാൻ ഒത്തിരി നിർബന്ധിക്കണം ഒരു ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ആഷ്മിക്കൊക്കെ ആനുവൽ എക്സാം തുടങ്ങുക. മാർച്ച് 11 എക്സാം തുടങ്ങും. 27 മാർച്ച് 27 തീരും.
അതെന്തായാലും കാര്യമായി. മാർച്ച് 28-ന് ഞങ്ങളുടെ ഇവിടുത്തെ മലക്കുടം മഹോത്സവം. അതിന് മുമ്പ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിള്ളേരെല്ലാം ഫ്രീ ആയിട്ടിരിക്കും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ ഗവൺമെൻറ് സ്കൂളിൽ ഇവർ പഠിക്കുന്ന സമയത്ത് ഉത്സവത്തിൻ്റെ അന്നും പരീക്ഷയൊക്കെ കാണുമായിരുന്നു. ഭയങ്കര മെനക്കേടായിരുന്നു കൊണ്ടുവരുന്നതും. കാരണം നമ്മൾ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിതാണ്. എന്തായാലും ഇപ്പം CBSE മാറ്റിയപ്പം പിന്നെ അവർ അന്നത്തെ ദിവസം പരീക്ഷ വെക്കത്തില്ല. എന്തായാലും ഇതിപ്പം ഉത്സവം മാർച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് അതിന് മുമ്പായിട്ട് പരീക്ഷ അങ്ങ് തീരും. അല്ലെങ്കിൽ ആ ദിവസം അവർ CBSEക്കാരാകുമ്പോൾ അവർ ഇഷ്ടത്തിനല്ലേ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അവർ അന്നത്തെ ദിവസം പരീക്ഷ ഒഴിവാക്കും. കാരണം അന്ന് പരീക്ഷ നടത്താൻ പറ്റത്തില്ല, അത്രയ്ക്കും വലിയ തിരക്കായിരിക്കും മലക്കുടം മഹോത്സവം എന്ന് പറയുമ്പോൾ. എന്നാലും ലച്ചു പിന്നെ ഫ്രീ ആയിട്ട് നടക്കുമോ. ലച്ചുവിന് പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 9th ക്ലാസ് തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പോൾ പഠിപ്പിക്കുന്നത് പഠിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു അവളുടേത്. അങ്ങനെ എല്ലാവരും കൂടെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ആഷ്മി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. ആഷ്മിയും കാത്തൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അങ്ങനെ പിന്നെ അവർ കുറച്ച് നേരം നേരത്തെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് നേരം ഇതുപോലൊക്കെ നിന്ന് കളിക്കും. ഞാനും വിചാരിക്കും എപ്പോഴും രാവിലെ സ്കൂളിൽ പോയി പഠിച്ചു, അത് കഴിഞ്ഞ് 4 മണിക്ക് ഇങ്ങോട്ട് വന്നു, 4 മണി തൊട്ട് 5:30 വരെ പിന്നെ ട്യൂഷന് പോയിരുന്ന് പഠിച്ചു, പിന്നെ ഇച്ചിരി നേരം കളിക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ.